അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് 16-ാം തീയതി എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കഴിഞ്ഞ വർഷം. കാരണം ഈ മാർച്ച് 16-ാം തീയതിയാണ് ഞാൻ കൃപാസനം ആലപ്പുഴയിൽ സാക്ഷ്യം പറഞ്ഞിട്ട് ഒരു വർഷം തികയാണ്. കൃപാസനം മറ്റുള്ളവർക്ക് പല തരത്തിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ വലിയൊരു സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു പ്രാർത്ഥനാലയമാണ്. കാരണം കൃപാസനത്തിൽ നമ്മളവിടെ ഉടമ്പടി എടുക്കുമ്പോൾ അതിനകത്ത് പറയുന്ന പ്രത്യേകം കാര്യങ്ങളുണ്ട്. പള്ളിയിൽ പോകണം, നമ്മൾ ഉപപ്രവർത്തനങ്ങൾ ചെയ്യണം, അതായത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കണം, ബൈബിള് വായിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ മെയിനായിട്ട് പറയുന്നത്. അല്ലാണ്ട് നമുക്ക് വേണ്ടി നമ്മൾ തന്നെയാണ് അവിടെ പ്രാർത്ഥിക്കേണ്ടത്. ആരും നമുക്ക് പ്രാർത്ഥിക്കാനുണ്ടാവില്ല. നമ്മളൊരു 90 ദിവസം ഇങ്ങനെ എല്ലാ ദിവസവും 5:30 എണീക്കണു, രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കണു, എല്ലാ ദിവസവും പള്ളിയിൽ പോകണു. നമുക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ഇതല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ഞാനെന്നാൽ അത് ഒന്ന് നോക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഇത് ചെയ്ത് നോക്കാം, 90 ദിവസമല്ലേ എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. പക്ഷേ അതിന് നിർബന്ധമായിട്ടും അത് ചെയ്യേണ്ടത് എല്ലാ ദിവസവും പള്ളിയിൽ പോകണം അല്ലെങ്കിൽ ഭജനം വായിക്കണം എന്നുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ അതിങ്ങനെ നമ്മളത് നിർബന്ധിതമായിട്ട് ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ അത് ചെയ്ത് നമുക്കത് ജീവിതത്തിൽ ശീലമായപ്പോൾ നമ്മുടെ ജീവിതവും അതേപോലെ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. ഞാൻ ആ സാക്ഷ്യത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഈ നിമിഷം വരെ പാലിച്ചു പോകാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ മനുഷ്യനായ അതിൻ്റേതായ ചെറിയ ബലഹീനതകളും അല്ലെങ്കിൽ ചെറിയ ദേഷ്യപ്പെടലുകളും ഇതൊക്കെ ഉണ്ട്. പരിപൂർണമായിട്ടും വിശുദ്ധനാവാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു പരിധി വരെ ജീവിക്കാനായിട്ട് മാതാവും ഈശോയും മാതാവ് എനിക്ക് മാധ്യസ്ഥവും ഈശോ അനുഗ്രഹവും തരുന്നുണ്ട്. മറ്റുള്ള വൈദികരുടെ പ്രാർത്ഥനയും എൻ്റെ കുടുംബത്തിലും ജീവിതത്തിലും കണ്ടുമുട്ടിയവരും എന്നെ അറിഞ്ഞവരും കേട്ടവരൊക്കെ ആയിട്ടുള്ള അവരുടെ പ്രാർത്ഥനയും ഇതൊക്കെ ആയിട്ട് മാധ്യസ്ഥമൊക്കെ ആയിട്ട് ഇന്നും ആ ഒരു സാക്ഷ്യത്തിൽ പറഞ്ഞിരിക്കണ പോലെ ജീവിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. അത് എൻ്റെ ഒരു വലിയൊരു നേട്ടമായിട്ടാണ് എനിക്ക് കാണുന്നത്. ഇവിടെയുള്ള ജോലിയോ അല്ലെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളെക്കാട്ടി ഉപരി ആത്മീയമായിട്ട് പ്രാർത്ഥനയിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം. ഈ ഒരു വർഷം ഒക്കെ നമ്മൾ സാക്ഷ്യം പറയുകയും അല്ലെങ്കിൽ കൃപാസനത്തിലൊക്കെ പോയി സാക്ഷ്യം പറയും, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഓരോ സാക്ഷ്യങ്ങളും നമ്മൾ വെളിപ്പെടുത്തുമ്പോൾ ഈശോ തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ മഹത്വപ്പെടുത്താനാണ് ഇത് ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇനിയും എന്നെ ഓർക്കണം. സന്തോഷം.